എനിക്ക് റാണി ആന്റി ചിലങ്കയൊക്കെ ഇട്ട് നല്ലൊരു ക്ലാസിക്കൽ ഐറ്റം അങ്ങ് ഡാൻസ് ചെയ്തോണ്ടിരിക്കാൻ കറിവേപ്പിലിട്ടോ കഴുകി വെച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ആന്റിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ആയിട്ട് മോളെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി നമ്മൾ എടുത്തത് തക്കാളി ഇടുന്നു. ഓക്കെ ആന്റി, എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട്. ഈ ഓണത്തിന് ആന്റി അത് സാധിച്ചു തരണം. ആന്റിയുടെ 2 സ്റ്റെപ്പ് ഇടണം. എന്താ പടമൊക്കെ കാണുമ്പോ വിസിലടിക്കാറുണ്ട്. വിസിലടിച്ചാൽ അറിയത്തില്ല, ഏറ്റവും കൈ കൂട്ടും. അതൊക്കെയാണ്, അത് കുഞ്ഞിലേ മതി. അതെ, അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് എന്നാന്നറിയാവോ, എന്റെ വെല്ലുമ്മയ്ക്കും ഒക്കെയാണ് അന്ന് പാലായിലൊക്കെ ഉണ്ടല്ലോ തമിഴ് സിനിമയേ ഉള്ളൂ. ഞങ്ങൾ ഈ തമിഴ് സിനിമ കാണാൻ പോയിരുന്നു. അപ്പൊ എന്നാ എനിക്ക് തമിഴ് പാട്ടാണ് മോളെ ഏറ്റവും ഇഷ്ടം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇടുക. നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് വഴറ്റുക. വഴറ്റിട്ടാണ് നമ്മൾ പൊടികൾ ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ കിടക്കട്ടെ. മുളക് ഇത് മതി. ഇതൊന്ന് വഴറ്റി ഗരം മസാലയും കൂടി ഇടുവേ. നമ്മൾ ഈ സോയ ഉണ്ട് ഇതിന്റെ പ്രധാന നായകൻ. പിന്നെ സോയ ഇടാറായി. അപ്പൊ പിന്നെ ഞാനൊരു പുള്ളിനെ വിളിച്ചോണ്ട് വരട്ടെ. സോയം കൊണ്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കാനേ. रानी मेरी दिल की रानी. Oh my God! റാണിയുടെ മകളെ ഞാൻ എടുത്തിട്ടുണ്ട്. റാണിക്കും ഞാൻ റാണീനെ എടുക്കണമെന്നുണ്ടോ? വേണ്ട ചാരുകാരൻ നടുവോടി. ഈ മീനെ എടുത്തപ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് നടുവോടിച്ചോ. ഷാറുഖ് ജി നമ്മുടെ സോയ കൊണ്ടുവന്നിരിക്കുകയാണ് ആന്റിക്ക്. ഇപ്പൊ തന്നെ ഇട്ടിട്ട് നമ്മുടെ സോയ കൂട്ടുകറി അങ്ങ് റെഡിയാക്കി. അതെ, ഈ സോയ ഉണ്ടല്ലോ നമ്മൾ ആദ്യമേ ഇച്ചിരി മല്ലിപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ചെറുതായിട്ട് വെള്ളം തിളപ്പിച്ച് വേവിച്ചിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് മുറിച്ചടിച്ചാണേ. ഇപ്പൊ നമ്മൾ ഇതിട്ടു. ഇനിയെല്ലാം പെട്ടെന്നാ. നമ്മൾ ഉരുളക്കിഴങ്ങ് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ശരിക്കും വെന്തിട്ടില്ല, എന്നാലും ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കടന്ന് വെന്തോളും. ശരിക്കും ഒരു നോൺ വെജ് ഉണ്ടാക്കുന്നതിന്റെ സ്മെല്ല് അത് മസാല ഇട്ടുകൊണ്ട് നമ്മൾ അതൊക്കെ ഇട്ടു. പിന്നെ നമ്മളിത് തേങ്ങ വെറുതെ നമ്മൾ നല്ലതായിട്ട് വറക്കും. ഇത് തീലിനൊക്കെ വറക്കുന്ന പോലെ നല്ല സ്മെല്ല് വരും. അത് തന്നെ. ഇത് ഇതിനടുപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. തേങ്ങ ഇല്ലാതെയും ചിലർ ഉപയോഗിക്കും, പക്ഷെ ഇതിട്ടൊരു കുറച്ച് രുചി കൂടുതൽ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ശരിക്കും ഈ കൂട്ടുകറി സദ്യയുടെ ഒപ്പം എനിക്ക് തോന്നുന്നു ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. എല്ലാം നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും. ഇനി നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടി ലാസ്റ്റ് ഇടുവേ. ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം. ഇച്ചിരി കുരുമുളക് പൊടി ഇടാവേ. എരിവൊക്കെ പച്ചമുളകൊക്കെ ഇട്ടതല്ലേ. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇനി എല്ലാം മല്ലിയിലൊക്കെ ഇട്ട് നല്ല ഇതൊന്ന് പറ്റണം. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചൊക്കെ നല്ല കറുപ്പിച്ചെടുക്കും. ഉപ്പിടട്ടെ. ഇനി ഇതെല്ലാം ഇടുന്നു. ഇതെല്ലാം ഇട്ടു കേട്ടോ. പാചകവും ഒരല്പം ഡാൻസ്. അതെ. മെയിൻ സാധനം പോലെ തേങ്ങാക്കൊത്ത് വേണം ഒരെണ്ണത്തിന്. ആരോ കുറിച്ചൊര തലക്കുറി തിരുത്തിടാം. ഓണം വൈബോണം പൊളിച്ചടുക്കാം. ആരും ഇനി നമ്മൾ ചെയ്യണത് ഗരം മസാല ഇതല്ലേ, ഇതൊരു ശകലം കൂടി ഇടുക. ലാസ്റ്റ് ആണ്, തീർന്നു. എല്ലാരും കഴിച്ചു നോക്കേ. എല്ലാം ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത്. ഉരുളക്കിഴങ്ങ് എങ്ങനെയാ, ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ലപോലെ വേവിക്കും, ഒറ്റ പിസിലടിപ്പിക്കുള്ളൂ, എന്നിട്ട് കഷ്ണങ്ങളാക്കും. ഈ സോയ പോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ അങ്ങനെ തന്നെ കഷ്ണങ്ങളാക്കണം. ഇച്ചിരി വലുതായാലും കാരണമല്ല, അതിങ്ങനെ നല്ലപോലെ വരട്ടി ഇങ്ങനെ എടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറുത്ത് വരും കുറച്ച് നല്ല വരട്ടിയിട്ട്. നല്ല രുചി. ഇതിൻ്റെ കൂടെ എന്നാ കറിയെന്നറിയാം മോളെ? പുളിശ്ശേരി, ഉള്ളിയുള്ള നല്ല പുളിശ്ശേരി. മോര് കൂട്ടാനാണോ അതോ പുളിശ്ശേരി? നമ്മൾ കുമ്പളങ്ങ പുളിശ്ശേരി, അത് ഭയങ്കര നല്ല. അത് ഇത് എന്ത് നല്ലതെന്ന്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓണത്തിന് വെക്കാം, കൂട്ടുകറിയാ കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കറിയെല്ലാം ഒന്ന് കൂട്ടി കഴിയുമ്പോൾ എന്നോട് നിങ്ങൾക്ക് പ്രത്യേക ഇഷ്ടമാവും. കൂട്ടാതെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഇനിയിപ്പോ നല്ലതായി കഴിച്ചോ എല്ലാരും. പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു.
നമ്മുടെ സോയ കൂട്ടുകറി ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ അതൊരു നോൺ വെജിറ്റേറിയൻ കറിയുടെ ഒരു ലുക്ക് ഇത് തന്നെ ഉണ്ട് കേട്ടോ. ഇരിക്കുന്നോറും ഇങ്ങനെ ഒരു ബ്ലാക്ക് നിറത്തിൽ വരും. Okay. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി ഇത് ഇരുന്നാണ് മൂടി വെച്ച് പിന്നെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വറുത്തെടുക്കും. ഇങ്ങനെ കളർ മാറ്റി എടുക്കൂല, അതുപോലെ ഇത് എടുക്കാം. അപ്പൊ ടേസ്റ്റ് കൂടും. കൂടും. കറി കഴിക്കേ.